ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. ഹനുമാന്റെ ജന്മദിനമാണ് ഹനുമാൻ ജയന്തിയായി ആഘോഷിക്കുന്നത്. ശക്തിയുടെയും നിസ്വാർത്ഥതയുടെയും പ്രതിരൂപമായാണ് ഹനുമാൻ കരുതപ്പെടുന്നത്. ശ്രീരാമന്റെ വലിയ ഭക്തനായ ഹനുമാനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. എല്ലാ ദോഷങ്ങളിൽ നിന്നും ഹനുമാൻ തങ്ങളുടെ ഭക്തരെ കാത്തുകൊള്ളുമെന്നാണ് വിശ്വാസം. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലെല്ലാം ഹനുമാൻ ജയന്തി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ചൈത്രമാസത്തിലെ പൗർണമി ദിനമാണ് ഹനുമത് ജയന്തി വരുന്നത്. ഉദയാൽ പരം 6 നാഴിക പൗർണമി വരുന്ന ദിനമാണ് ഹനുമത് ജയന്തിയായി കണക്കാക്കപ്പെടുന്നത്. അന്നേ ദിവസം ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും സവിശേഷ ഫലസിദ്ധി ഉണ്ടെന്നാണ് വിശ്വാസം. ഹനുമത് പ്രീതിക്കായി ശ്രീരാമചന്ദ്രനെ ദിവസവും ഭജിക്കുന്നത് അത്യുത്തമം. ശനിദശ, ശനിയുടെ അപഹാരം, കണ്ടകശനി, അഷ്ടമി ശനി, 7.5 ശനി തുടങ്ങിയ ദോഷകാലങ്ങൾ അനുഭവിച്ചു വരുന്നവരും തൊഴിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും ദോഷശാന്തിക്കായി ഹനുമത് ജയന്തി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ ഭക്തന്മാരെ ശനിദോഷം ബാധിക്കില്ലെന്നും ശനിദേവൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നുമാണ് പുരാണത്തിൽ പറയുന്നത്. പൂർണ്ണ ഉപവാസമോ ഒരിക്കലായോ വ്രതം അനുഷ്ഠിക്കാം. ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്താൽ വായുവേഗത്തിൽ ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വ്രതദിനത്തിലും തലേന്നും ശരീരശുദ്ധി നിർബന്ധമാണ്. എണ്ണ തേച്ചു കുളി, പകലുറക്കം എന്നിവ പാടില്ല. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് വെറ്റിലമാല. വെറ്റിലമാല സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ സർവകാര്യ വിജയവും സമൃദ്ധിയുമാണ് ഫലം. നെയ്വിളക്ക്, സിന്ദൂരം എന്നിവ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. രോഗദുരിതങ്ങൾ തീരാൻ തുളസിമാല സമർപ്പണം ഉത്തമമാണത്രേ. കദളിപ്പഴം നിവേദ്യമായി സമർപ്പിക്കുന്നതും നന്ന്. ഹനുമാൻ ധൈര്യത്തിന്റെയും ശക്തിയുടെയും ഉത്തമ ഭക്തിയുടെയും പ്രതീകമാണ്. ഭഗവാൻ ശിവശങ്കരന്റെ അവതാരമാണ് ഹനുമാൻ സ്വാമി എന്ന് ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങൾ ഹനുമാൻ സ്വാമിക്ക് പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഹനുമാൻ ചാലിസ ജപിക്കാം. ശരീരശുദ്ധിയോടെയും തികഞ്ഞ ഭക്തിയോടെയും ആവണം ജപം എന്ന് മാത്രം. രാമഭക്തനും പ്രശസ്ത കവിയുമായ തുളസീദാസാണ് ഹനുമാൻ ചാലിസ രചിച്ചത്. 40 ശ്ലോകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതിനാലാണ് ചാലിസ എന്ന നാമധേയം വന്നത്. തുടർച്ചയായി ജപിച്ചു കഴിയുമ്പോൾ അറിയാതെ തന്നെ ഇവ ഓർമ്മയിൽ തെളിയും. നിഗൂഢ ദിവ്യത്വം നിറഞ്ഞതാണ് ഈ 40 ശ്ലോകങ്ങളും. ഉത്തമ ഭക്തിയോടെ ജപിച്ചാൽ തന്റെ ഭക്തനെ യാതൊരു വിധത്തിലുള്ള ക്ലേശങ്ങളിലും അകപ്പെടാതെ ഹനുമാൻ സ്വാമി കാത്തിരക്ഷിക്കുമെന്നാണ് വിശ്വാസം. ചാലിസ ജപിക്കുന്നത് പോലെ തന്നെ ഉത്തമമാണ് ഭക്തിയോടെ ആ ജപം കേൾക്കുന്നതും. ആഗ്രഹ പൂർത്തീകരണത്തിന് ഏറ്റവും ഉത്തമ മാർഗമാണിത്. ഹനുമാൻ സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു.